ഹായ്, ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ്, NDA റെഡി ടു ഫോം പോപ്പുലർ ഗവൺമെന്റ് ഇൻ മണിപ്പൂർ സെയ്സ് MLAs എന്നൊരു ന്യൂസ് ആണ്. അപ്പൊ അത് ആക്ച്വലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് ഡിനൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മണിപ്പൂരിൽ പുതിയ ഗവൺമെന്റ് ഫോം ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. മണിപ്പൂർ യു നോ വെരി വെൽ ദാറ്റ് മണിപ്പൂർ ഈസ് അണ്ടർ പ്രസിഡന്റ്സ് റൂൾ. മണിപ്പൂർ government of India president imposed article 356 in Manipur. Article 356 means state emergency. So Manipur is being ruled by the governor of Manipur, that is Ajay Balla, for the president of India. അപ്പോൾ അവിടെ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാനുള്ള സാഹചര്യം തൽക്കാലം ഇല്ല എന്നാണ് പറഞ്ഞത്. അവിടെ MLA-മാരൊക്കെ ഉണ്ട്. അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി സസ്പെൻഡഡ് അനിമേഷനിലാണ്. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഗവൺമെന്റ് ഫോം ചെയ്യാം. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് അതിന് എതിർത്തേക്കാണ്. പക്ഷേ MLA-മാർ പറഞ്ഞേക്കുന്നു ഗവൺമെന്റ് ഫോം ചെയ്യാൻ അവർ ഒരുക്കുവാണെന്ന്. അപ്പൊ അജയ് ബല്ല, ഇതാണ് അജയ് ബല്ല, ഗവർണർ ഓഫ് മണിപ്പൂർ. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ IIP ഗ്രോത്ത് അറ്റ് 8 month ലോ ഓഫ് 2.7% in April എന്നൊരു വലിയ ന്യൂസ് ഉണ്ട്. IIP, വാട്ട് ഈസ് IIP? IIP മീൻസ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, അവർ എക്കോണമി ഹാസ് 3 sectors: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷറി സെക്ടർ. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ മെയിൻലി അഗ്രികൾച്ചർ, പിന്നെ അനിമൽ ഹസ്ബൻഡറി, ഫിഷിംഗ്, ഇങ്ങനെയൊക്കെ പോലുള്ള പരിപാടികളാണ്. സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാനുഫാക്ചറിംഗ് സെക്ടറാണ്. ടെർഷറി സെക്ടർ സർവീസ് സെക്ടറാണ്. അപ്പൊ ഈ മാനുഫാക്ചറിംഗ് സെക്ടർ അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് എല്ലാ മന്തിനും കാൽക്കുലേറ്റ് ചെയ്യും. ആ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഡെക്സ് ആണ് IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അപ്പൊ അത് വെച്ച് അറിയാം നമ്മളുടെ ഓരോ മാസത്തെയും GDP ഗ്രോത്ത് റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ. ഓരോ മാസത്തെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് കാര്യങ്ങളൊക്കെ. അപ്പൊ 2.7% ആണ് ഈ കഴിഞ്ഞ മാസത്തെ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കുറവാണ്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. പിന്നെ US പഠിക്കാനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഫ്രഷ് US വിസ അപ്പോയിന്റ്മെന്റ്സ് ഫോർ സ്റ്റുഡൻസ് പുട്ട് ഓൺ ഹോൾഡ് എന്നാണ്. അപ്പൊ അതായത് US വിസ സ്റ്റുഡൻസിന് കൊടുക്കുന്ന തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുന്നു. US ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ആക്ച്വലി പുട്ടിംഗ് എ ലോട്ട് ഓഫ് stringent norms on foreign students who are trying to get admission in US universities. അത് നമുക്കറിയാം. ഇപ്പൊ ഹാർവാർഡ്, കൊളംബിയ ഒക്കെ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഇപ്പൊ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഫോറിൻ സ്റ്റുഡൻസ് ആന്റി സെമറ്റിക് അജിറ്റേഷൻസിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ ആന്റി ഇസ്രായേൽ പ്രൊട്ടസ്റ്റുകളിൽ പങ്കെടുക്കുന്നു, ആന്റി US ആക്ടിവിറ്റീസ് പങ്കെടുക്കുന്നു. ഇതൊക്കെയാണ് ട്രംപിന്റെ ആരോപണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ട്രീ ഫെല്ലിംഗ് ഇൻ ഡൽഹി അന്ന് നമുക്ക് വേണ്ട. അത് ഡൽഹിയായിട്ട് ബന്ധപ്പെട്ട ന്യൂസ്, നമുക്ക് ആവശ്യമുള്ള ന്യൂസ് അല്ല. തരൂർ ഫേസസ് ഫ്ലാഗ് ഫ്രം ഹിസ് ഓൺ പാർട്ടി. അത് പൊളിറ്റിക്സ് ആണ്. ശശി തരൂർ അദ്ദേഹത്തിന്റെ പാർട്ടിയെ കോൺഗ്രസ് തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്തു പോകാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ടാണ് തോന്നുന്നത്. അത് പൊളിറ്റിക്സ്, അത് നമുക്ക് വേണ്ട. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. സ്റ്റേറ്റ്സ് പേജില് ഇതൊക്കെ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. അമിതാഭ് മാട്ടു ടു ഹെഡ് എക്സലൻസ് ചെയർ അറ്റ് DSSC എന്നൊരു ന്യൂസ് ഉണ്ട്. അമിതാഭ് മാട്ടു എന്നൊരു ആളുണ്ട്. അമിതാഭ് മാട്ടു ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജ് തമിഴ്നാട്ടിൽ ഉണ്ട്. ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജ് തമിഴ്നാട്ടിൽ ഉള്ള ഒരു ഡിഫൻസ് കോളേജ് ആണ്. അപ്പൊ അത് സ്റ്റാഫ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അവിടുത്തെ എക്സലൻസ് ഓൺ ഇന്ത്യ സ്ട്രാറ്റജിക് കൾച്ചർ എന്ന് പറയുന്ന ഒരു ചെയർ അവിടെ സ്റ്റാർട്ട് ചെയ്തു. എക്സലൻസ് ഓൺ ഇന്ത്യ സ്ട്രാറ്റജിക് കൾച്ചർ, അതിന്റെ ഹെഡായിട്ട് അമിതാഭ് മാട്ടുവിനെ അപ്പോയിന്റ് ചെയ്യുന്ന ന്യൂസ് ആണ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, അന്ന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ബാക്കി അലിഗഡ് യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. അലിഗഡ് യൂണിവേഴ്സിറ്റി അല്ല, അലിഗഡ് എന്ന് പറഞ്ഞ ഉത്തർപ്രദേശിലാണ്. അലിഗഡ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ട്, AMU. അത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് 5 യൂണിവേഴ്സിറ്റികളിൽ ഒരെണ്ണമാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അപ്പൊ ജസ്റ്റ് പറഞ്ഞുള്ളത് ആ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള ന്യൂസ് അല്ല. അലിഗഡ് എന്നുള്ള പേരവിടെ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. താഴോട്ട് വരുമ്പോ ബാക്കി ഒരു ന്യൂസ് നമുക്ക് ആവശ്യമുള്ളല്ലോ. താഴോട്ട് വരുമ്പോ ഉള്ള നെക്സ്റ്റ് പേജ്, ഇവിടെ ഈ പേജിലെ ന്യൂസുകൾ നമുക്കൊന്നും ആവശ്യമില്ല. അതിനടുത്ത പേജില് ഒമർ അബ്ദുള്ളയായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. ഒമർ അബ്ദുള്ള ആരാണ്? ജമ്മു ആൻഡ് കാശ്മീരിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് ഒമർ അബ്ദുള്ളയുടെ ഫോട്ടോയൊക്കെ ഇവിടെ കാണാം. ഒമർ അബ്ദുള്ള. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു ന്യൂസ് ഉണ്ട് ഇവിടെ കേട്ടോ. അതെന്താണെന്ന് വെച്ചാല് ഈ ന്യൂസ്, ഹൈദരാബാദ് ടീനേജർ ബിക്കംസ് യങ്ങസ്റ്റ് ഇന്ത്യൻ ടു ഫിനിഷ് 7 summits ചലഞ്ച്. 7 summit ചലഞ്ച് എന്ന് വെച്ചാൽ എല്ലാ കോണ്ടിനെന്റ്സിലെയും ഏറ്റവും വലിയ സമ്മിറ്റ്സ്
കോൺകർ ചെയ്യുക. അങ്ങനെ പലരും ചെയ്യാറുണ്ട്. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മിറ്റ് എവറസ്റ്റ് ആണ്, മൗണ്ട് എവറസ്റ്റ്. അത് ഏഷ്യയിലാണ്. അതുപോലെ യൂറോപ്പിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും അങ്ങനെ പല പല സൗത്ത് അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലും ഒക്കെ ഉണ്ടല്ലോ ഇതുപോലുള്ള മൗണ്ടുകൾ അല്ലെങ്കിൽ സമ്മിറ്റുകൾ. അതെല്ലാം കീഴടക്കുമ്പോഴാണ് ഈ 7 സമ്മിറ്റ് ചലഞ്ച് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ഇന്ത്യയിലെ യങ്ങസ്റ്റ് വെറും 16 വയസ്സ് മാത്രമുള്ള ഒരു ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ടീനേജർ വിശ്വനാഥ് കാർത്തികേയ പദഗാന്ധി പദഗാന്ധി എന്നുള്ള പേര് മാത്രമേ അവിടെ എഴുതിയിടുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ വിശ്വനാഥ് കാർത്തികേയ, അത്രയും. പിന്നെ പദഗാന്ധി എന്ന് കൂടെ ഉണ്ട്, അത്രയും ചേർന്നാണ് പുള്ളിയുടെ പേര്. 16 വയസ്സേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹം ഇന്ത്യയുടെ യങ്ങസ്റ്റ് ആയിട്ട് മാറി. 7 സമ്മിറ്റ് ചലഞ്ച് കംപ്ലീറ്റ് ലോകത്തിലെ സെക്കൻഡ് യങ്ങസ്റ്റും ആയി. വേൾഡിലാണെങ്കിൽ സെക്കൻഡ് യങ്ങസ്റ്റ്. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഇനി അതിനടുത്ത പേജ് എഡിറ്റോറിയൽ പേജിൽ പോകുമ്പോ സൗണ്ട് ആൻഡ് ഫ്യൂറി എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. സൗണ്ട് ആൻഡ് ഫ്യൂറി എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ നമ്മളെ മൺസൂണിനെ കുറിച്ചാണ്. ഈ ഓൺസെറ്റ് ഓഫ് മൺസൂൺ ഇന്ത്യയില് എയർലിയാണ്. സാധാരണ മൺസൂൺ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ്, പിന്നെ അവിടെ നിന്നാണ് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുന്നത്. ആസ് യൂഷ്വൽ കേരള വിറ്റ്നസ്ഡ് ദ ഓൺസെറ്റ് ഓഫ് മൺസൂൺ. പക്ഷേ അത് വളരെ എയർലി ആയി പോയി. കാര്യം സാധാരണ ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നൗ ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ഇൻ മെയ് 21 ആ റേഞ്ചിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അത് IMD കറക്റ്റ് ആയിട്ട് പ്രെഡിക്ട് ചെയ്തു. ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ കറക്റ്റ് ആയിട്ട് പ്രെഡിക്ട് ചെയ്യുകയും ചെയ്തു. ആൻഡമാൻ സീയില് ഇതിന്റെ പിന്നീട് അതിന്റെ ഒരു ഓൺസെറ്റ് ഉണ്ടായപ്പോ തന്നെ എയർലി ആയിരിക്കും പ്രാവശ്യത്തെ മൺസൂൺ എന്നവർ കറക്റ്റ് ആയിട്ട് പ്രെഡിക്ട് ചെയ്തു. അപ്പോ മെയില് അങ്ങനെ വരുന്ന അപൂർവമായിട്ടൊന്നും സംഭവിച്ചിട്ടുള്ള കാര്യമല്ല. 4 ടൈംസ് 2014 ശേഷം 4 തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്ന. പക്ഷെ ഇതിന്റെ കൂടെ ഒരു പ്രീ സൈക്ലോണിക് സർക്കുലേഷൻ അറേബ്യൻ സീയിലും ഉണ്ടായി. അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിലും മൊത്തം കൊങ്കൺ കോസ്റ്റിലും ഭയങ്കര മൺസൂൺ ഉണ്ടായത്. ഈ ആൻഡമാനിലുള്ളതിനൊപ്പം അറേബ്യൻ സീയിൽ ഒരു പ്രീ സൈക്ലോണിക് സർക്കുലേഷൻ, അതായത് പ്രീ സൈക്ലോണിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ന്യൂനമർദ്ദം പോലെ ഒരു സംഭവമാണ് അത് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് മുംബൈയില് 35 വർഷത്തിൽ ആദ്യമായിട്ട് മൺസൂൺ ഇത്ര പെട്ടെന്ന് പെയ്തു. സാധാരണ മുംബൈയിൽ ജൂൺ 10 ആകുമ്പോഴേ പെയ്തു തുടങ്ങുള്ളൂ. അപ്പം മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് എബവ് നോർമൽ മൺസൂൺ ആയിരിക്കും ഇപ്രാവശ്യം സംഭവിക്കാൻ പോടാന്ന്. അപ്പോ എബവ് നോർമൽ മൺസൂൺ എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ കിട്ടുന്ന മൺസൂൺ തന്നെ അത്യാവശ്യത്തിനുള്ള മൺസൂൺ ഇന്ത്യക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ എബവ് നോർമലും കൂടെ ആകുമ്പോൾ അത്യാവശ്യം ഭയങ്കര മഴയായിരിക്കും. അപ്പോ മൺസൂൺ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അവരിപ്പം വീണ്ടും പറഞ്ഞേക്കുന്ന 6% കൂടുതലായിരിക്കും ആവറേജ് സാധാരണ പെയ്യുന്നതിനേക്കാളും. മനസ്സിലായോ? അപ്പോ സാധാരണ മൺസൂൺ അവർ മെഷർ ചെയ്യുന്ന ജൂൺ 1 തൊട്ട് സെപ്റ്റംബർ 30 വരെ കിട്ടുന്ന മഴയാണ് ഒരു മൺസൂൺ മഴയായിട്ട് കരുതുന്നത്. അപ്പൊ ഈ മെയ്യിൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രീ മൺസൂൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ജൂൺ 1 തൊട്ട് മെയ് 30 വരെയുള്ള മൺസൂൺ എന്ന് പറയുന്ന ജൂൺ 1 തൊട്ട് സെപ്റ്റംബർ 30 വരെ ആണ് അവർ മൺസൂൺ ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ അപ്പോഴാണ് എബോ നോർമൽ കിട്ടുമെന്ന് പറയുന്നത് 6% കൂടുതൽ നോർമലി കിട്ടുന്നേക്കാൾ. അപ്പൊ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ എക്സസ് ആണ്. അപ്പോ പ്രീ മൺസൂൺ ആയിട്ട് അവരതിന് IMD കൂട്ടുന്നുള്ളൂ. അപ്പോ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ എപ്പോഴും ഈ പറഞ്ഞ, അപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിക്കുന്ന ട്രെയിലർ മാത്രമാണെന്നാ പറഞ്ഞേക്കുന്നത്. സിനിമയുടെ ഒക്കെ ട്രെയിലർ പോലെ ഈ മഴ എന്ന് പറഞ്ഞ ട്രെയിലറാണ്. അപ്പൊ ജൂൺ തൊട്ടേ നമ്മൾ യഥാർത്ഥ മഴ സ്റ്റാർട്ട് ചെയ്യുമെന്നാ പറയുന്നത്. അപ്പൊ എന്തായാലും ഈ മഴ എപ്പോഴും ഇന്ത്യ പോലുള്ള രാജ്യത്തിന് പോസിറ്റീവായിട്ടാണ് കണക്കാക്കുന്നത്. കാര്യം നമ്മളെ അഗ്രികൾച്ചർ പ്രിഡോമിനന്റ്ലി അഗ്രേറിയൻ ഓറിയന്റഡ് ആയിട്ടുള്ള എക്കോണമിയാണ്. നമ്മളുടെ പോപ്പുലേഷനിലെ പകുതി കൂടുതൽ ഇപ്പോഴും അഗ്രികൾച്ചറിലാണ് എൻഗേജ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മഴ നല്ലത് കിട്ടിയാൽ നമ്മളെ ഖാരിഫ് സോയിങ് നല്ലതായിരിക്കും. എപ്പോഴും മൺസൂൺ സമയത്താണ് ഖാരിഫ് സോയിങ് നടക്കുന്നത്. അപ്പം മെയിൻ ആയിട്ട് 2 അഗ്രികൾച്ചർ സീസൺ ആണല്ലോ ഇന്ത്യയിലുള്ളത്, ഖാരിഫും റാബിയും. അപ്പൊ ഖാരിഫ് സോയിങ് നല്ലതായിരിക്കും. നമുക്കൊരു ബമ്പർ ഹാർവെസ്റ്റിംഗ് ഖാരിഫിന്റെ ബേസിൽ ഉണ്ടാവാനും നമ്മളുടെ ഗ്രെയിൻ സ്റ്റോക്ക് ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും അതുവഴി റൂറൽ എക്കോണമി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. കാര്യം റൂറൽ മേഖലയിലാണല്ലോ അഗ്രികൾച്ചർ നടക്കുന്നത്. അപ്പൊ അവർക്ക് നല്ല പൈസ കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ ഇങ്ങനെ പോസിറ്റീവ് ഉണ്ടെങ്കിലും പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അർബനൈസേഷൻ ഭയങ്കരമായിട്ട് കൂടി. ഇന്ത്യയുടെ പോപ്പുലേഷൻ ഏതാണ്ട് 40% കൂടുതൽ ഇപ്പം സിറ്റികളിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ പട്ടണങ്ങളിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് സിറ്റീസ് അല്ല, ഇപ്പൊ ഈവൻ ടയർ 2 സിറ്റീസിൽ പോലും മഴ മൂലം ഭയങ്കരമായിട്ടുള്ള നാശങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാര്യം പെട്ടെന്ന് ഈ നമ്മളെ അർബനൈസേഷൻ അല്ലെങ്കിൽ അർബൻ പ്ലാനിങ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ ചെറിയ മഴ തന്നെ പല സ്ഥലങ്ങളിലും വലിയ വെള്ളക്കെട്ടുണ്ടാവും. അതുപോലെ പല ഇപ്പം ടയർ 2 ടയർ 3 ടൗൺസിലെല്ലാം ഇതാ സംഭവിക്കുന്നത്. അപ്പം എബോവ് നോർമൽ റെയിൻഫോൾ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പം
പ്രീ മൺസൂണിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പല അർബൻ മേഖലകളിൽ. അപ്പൊ അർബൻ മേഖലകളിലാണ് വലിയ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അത് സ്റ്റേറ്റുകൾ, അതുപോലെ സെൻട്രൽ ഗവൺമെന്റ്, അതുപോലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എല്ലാവരോടും ചേർന്ന ഒരു കോർഡിനേറ്റഡ് എഫേർട്ട് മൂലം ഈ നമ്മളുടെ അർബൻ സെന്റേഴ്സിലുണ്ടാകുന്ന ഈ പ്രോബ്ലം പരിഹരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ എബോവ് നോർമൽ മൺസൂൺ എന്ന് പറയുന്നത് നമ്മളുടെ എക്കണോമിക്ക് വലിയ ബൂസ്റ്റ് തരികയും ഓവറോൾ പോസിറ്റീവ് ആയിരിക്കും ചെയ്യുമ്പോഴും അർബൻ മേഖലയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ലൈഫ് ഭയങ്കര ഡിഫിക്കൽട്ട് ആവും. ഇപ്പൊ നമുക്ക് IMDക്ക് ഇപ്പോ വെതർ പ്രഡിക്ഷന് വേണ്ടി കൂടുതൽ ആക്യുറേറ്റ് ആയുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു പ്രഡിക്ട് ചെയ്യുന്നതുകൊണ്ട് ഇനി വീണ്ടും കൂടുതൽ ആവും. കാര്യം ഭാരത് സംതിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ചേ ഉള്ളൂ. അപ്പൊ അത് കൂടെ വന്നു കഴിയുമ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആവും. അപ്പൊ ഈ ആക്യുറേറ്റ് ആയിട്ട് പ്രൊഡിക്റ്റ് ആയിട്ട് കാര്യമുണ്ടോ? അതിനനുസരിച്ച് നമ്മൾ മെഷേഴ്സും കൂടെ എടുത്തില്ലെങ്കിൽ അതാണ് എഡിറ്റോറിയൽ പറഞ്ഞത്. ആക്യുറസി അവർ പ്രഡിക്റ്റ് ചെയ്യും, പക്ഷെ അതിനനുസരിച്ച് ഇതിന്റെ കെടുതികളൊക്കെ പരിഹരിക്കാൻ, അർബൻ മേഖലയിലെ കെടുതികളൊക്കെ പരിഹരിക്കാൻ ഗവൺമെന്റുകൾ വേണ്ട മുൻകരുതലുകൾ എടുക്കണമെന്നാണ് പറയുന്നത്. അടുത്ത ഹോട്ട് ഓൺ ക്ലേ എന്ന് പറയുന്ന എഡിറ്റോറിയൽ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എഡിറ്റോറിയലാണ്. ക്ലേ കോർട്ട്, ടെന്നീസിലെ 3 തരത്തിലുള്ള കോർട്ടുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ക്ലേ കോർട്ട്, ഗ്രാസ് കോർട്ട്, ഹാർഡ് കോർട്ട്. ഇതില് ഗ്രാസ് കോർട്ടിലാണ് വിംബിൾഡൺ നടക്കുന്നത്, ക്ലേ കോർട്ടിലാണ് ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്നത്. മറ്റ് 2 ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും നടക്കുന്നത് ഹാർഡ് കോർട്ടുകളിലുമാണ്. അപ്പൊ ക്ലേ കോർട്ടിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടെന്നീസ്, മൊത്തം 4 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റുകളാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. അപ്പം ക്ലേ കോർട്ടിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് ഫ്രഞ്ച് ഓപ്പൺ സ്റ്റാർട്ട് ചെയ്തു. ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്നത് റൊളാൻ ഗാരോസിലാണ്. ഫ്രാൻസിലെ പാരീസിലെ റൊളാൻ ഗാരോസിലാണ് ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്നത്. അപ്പോ ഈ ഫ്രഞ്ച് ഓപ്പണിന്റെ തുടക്കം വലിയൊരു സെറിമണിക്ക്, ഒരു റിട്ടയർമെന്റ് സെറിമണിക്ക് സാക്ഷ്യം വഹിച്ചു. ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ക്ലേ കോർട്ടിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റിലെ രാജാവ് ഇനി ആ കോർട്ടിൽ ഇല്ല. രാജാവ് എന്ന് പറയുമ്പോൾ 14 തവണ ഫൈനലിൽ വന്ന് 14 തവണയും വിൻ ചെയ്ത് 14 ഫ്രഞ്ച് ഓപ്പണുകൾ വിൻ ചെയ്ത ലോകത്തിലെ ഒരേ ഒരു മനുഷ്യൻ ഫ്രഞ്ച് ഓപ്പണിന്റെ ചരിത്രത്തിൽ റാഫേൽ നദാൽ എന്ന സ്പാനിയാർഡ് എന്ന സ്പെയിൻകാരൻ. അദ്ദേഹം റിട്ടയർ ചെയ്തു, 38 വയസ്സായി. അപ്പോ ഇനി ഈ പുരുഷന്മാരാണ് ടെന്നീസിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ പറയുന്നത്. അപ്പൊ പുരുഷന്മാരുടെ സെക്ഷനിൽ നദാലിന്റെ ആധിപത്യമായിരുന്നു. ഇനി അത് ആരായിരിക്കും എന്നാണ് പിന്നീട് ഇതിന്റെ അത് ഡിസ്കസ് ചെയ്തേക്കുന്നത്. നദാലിന്റെ തന്നെ നാട്ടുകാരനായ കാർലോസ് അൽക്കാരസ് അയാളാണ് ഇപ്പോഴത്തെ ഡിഫെൻഡിങ് ചാമ്പ്യൻ എന്ന് പറയുന്നത്. പക്ഷേ കാർലോസ് അൽക്കാരസിന് അത്ര എളുപ്പമൊന്നും അല്ല. വേൾഡ് നമ്പർ 1 അയാളല്ല. വേൾഡ് നമ്പർ 1 ഇറ്റലിക്കാരനായ ജാനിക് സിന്നർ ആണ്. ജാനിക് സിന്നർ ക്ലേ കോർട്ടിൽ ഈ അൽക്കാരസിനോളം മികച്ചവനൊന്നും അല്ലെങ്കിലും പിന്നെ കുറച്ചു കാലം അയാൾ ബാനിലായിരുന്നു. ഒരു നിരോധിക്കപ്പെട്ട മരുന്ന് ഉപയോഗിച്ചതിന്റെ പേരിൽ ഡോപ്പിംഗ് നടത്തിയെന്ന് പറഞ്ഞ ടെന്നീസ് ചെയ്ത്. അപ്പൊ അതിൽ നിന്ന് തിരിച്ചു വന്നിട്ട് പോലും റോം മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ടെന്നീസ് ടൂർണമെന്റിൽ അൽക്കാരസിന്റെ കൂടെ ഫൈനൽ വരെ എത്താൻ അയാൾക്ക് പറ്റി. അൽക്കാരസിന്റെ തോറ്റുപോയി ഫൈനൽ. പക്ഷെ സ്റ്റിൽ ഹീസ് വെൽ പ്രിപ്പയർഡ്. ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം ഹിസ് പെർഫോമൻസ് ഇൻ ദ റോം മാസ്റ്റേഴ്സ് ടെന്നീസ് ടൂർണമെന്റ്. അപ്പൊ ഈ ജാനിക് സിന്നർ എന്ന് പറഞ്ഞ വേൾഡ് നമ്പർ 1ന്റെ അടുത്തുനിന്ന് കാർലോസ് അൽക്കാരസിന് വെല്ലുവിളി നേരിടാൻ സാധ്യതയുണ്ട്. പിന്നെ വേൾഡ് നമ്പർ 8 കാസ്പർ റൂഡ് ഉണ്ട്. പക്ഷെ കാസ്പർ റൂഡ് ഇന്നലെ പുറത്തായി പോയി, ഇന്നത്തെ പത്രത്തിലുണ്ട്. പിന്നെ നൊവാക് ജോക്കോവിച്ച്, എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ടെന്നീസ് പ്ലേയേഴ്സിൽ ഒരാളും 24 ടോട്ടൽ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് നേടി, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് നേടിയ മനുഷ്യനായ നൊവാക് ജോക്കോവിച്ച്. ഹീസ് എ ഷാഡോ ഓഫ് ഹിസ് ഫോമർ ഫോം, ഹീസ് ഓൾസോ അറൌണ്ട് 38 years of old. സോ അദ്ദേഹത്തിന്റെ ചാൻസസ് കുറവാണ്. പക്ഷെ സ്റ്റിൽ അദ്ദേഹം ഒരു ഫോർമിഡബിൾ ഫോഴ്സ് ആണ്. പിന്നെ അലക്സാണ്ടർ സിവറയോ എന്ന് പറയുന്ന ഒരു പ്ലെയർ, ഇവരൊക്കെ ഈ പറഞ്ഞ ഈ ഫ്രഞ്ച് ഓപ്പൺ വിൻ ചെയ്യാൻ സാധ്യതയുള്ള പുരുഷ താരങ്ങളാണ്. ഇനി ഫീമെയിൽ താരങ്ങളുടെ കൂട്ടത്തില് ഇഗാ സ്വിയടെക്, ഷീസ് നോട്ട് ഇൻ ഫോം. പുള്ളിക്കാരി വേൾഡ് നമ്പർ 1 ആയിരുന്നു, ഇപ്പൊ നമ്പർ 3 എങ്ങാണ്ടായി പോയി. ഇപ്പൊ മേജർ ടൂർണമെന്റുകളൊന്നും പുള്ളിക്കാരി വിൻ ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ ഷീസ് എ കണ്ടന്റർ. ഷീസ് നോട്ട് ഇൻ ഫോം ബട്ട് സ്റ്റിൽ ഷീസ് എ കണ്ടന്റർ. പിന്നെ ഇപ്പോഴത്തെ വേൾഡ് നമ്പർ 1 ആയ ആര്യാന സബലങ്ക, ഇപ്പോഴത്തെ വേൾഡ് നമ്പർ 1 ആര്യാന സബലങ്കയാണ്. ആര്യാന സബലങ്ക ഓഫ് ബെലറൂസ് എന്ന് പറഞ്ഞ രാജ്യമുണ്ട് റഷ്യയുടെ അടുത്ത്. ആ ബെലറൂസുകാരി ആര്യാന സബലങ്കയാണ് വേൾഡ് നമ്പർ 1. അവിടെ എഴുതിയിട്ടുണ്ട് ആര്യാന സബലങ്ക. ഷീ ഹാസ് ദ ബെസ്റ്റ് ചാൻസ് ടു വിൻ ദിസ് ടൈറ്റിൽ. പിന്നെ കൊക്കോ ഗാഫ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. കൊക്കോ ഗാഫ് എനിക്കൊന്ന് ഒരു US കാരിയാണെന്ന് തോന്നുന്നു. അപ്പൊ അതുപോലെ ക്വിൻവെൻ ഷെങ് എന്ന് പറഞ്ഞൊരു പ്ലെയർ, ജാസ്മിൻ പൗളിൻ എന്ന് പറഞ്ഞൊരു പ്ലെയർ, ഇവരെല്ലാം ഇത് വിൻ ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരാണെന്നുള്ള രീതിയിൽ ഉള്ള ഒരു സംഭവമാണ്. ഇത് എളുപ്പമുള്ളൊരു എഡിറ്റോറിയല്ല. ഇപ്പൊ വിൻ ചെയ്യാൻ സാധ്യതയുള്ള ആരാണ്, അവര് ഇപ്പോഴത്തെ സമീപകാല പെർഫോമൻസ് എന്താണ്, ഇതൊക്കെയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ 2 എഡിറ്റോറിയൽസും സിമ്പിൾ ആണ്. എഡിറ്റോറിയൽസ് 2 വായിക്കുക. ഇനി ഇന്നത്തെ
ആർട്ടിക്കിൾസ് നോക്കുമ്പോൾ ഫസ്റ്റ് ആർട്ടിക്കിൾ എ കേസ് ഓഫ് പ്രാക്ടിക്കൽ പ്രാഗ്മാറ്റിക് ആൻഡ് ഇന്നോവേറ്റീവ് എഡ്യൂക്കേഷൻ, നല്ലൊരു ആർട്ടിക്കിൾ ആണ്. ബദ്രി നാരായണൻ, അദ്ദേഹം ഹിന്ദുവിൽ സ്ഥിരമായിട്ട് എഴുതുന്ന ആളാണ്. GB പന്ത് യൂണിവേഴ്സിറ്റിയിലെ GB പന്ത് സോഷ്യൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അലഹബാദിന്റെ ഡയറക്ടറൊക്കെയാണ്. പുള്ളി സ്ഥിരമായിട്ട് ഹിന്ദുവിൽ എഴുതുന്ന ആളാണ്. പല സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചും എനിക്കൊന്ന് ദളിത് ആക്ടിവിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം എഴുതാറുണ്ട്. അപ്പൊ ഇതിൽ അദ്ദേഹം എഴുതിയൊക്കെ നല്ലൊരു ആർട്ടിക്കിളാണെന്ന് ഞാൻ പറയാൻ കാര്യം ഇത് അദ്ദേഹം ക്രിട്ടിക്കലി NEP അനലൈസ് ചെയ്തൊക്കെയാണ്. NEP മീൻസ് നാഷണൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. NEP നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്ന എഡ്യൂക്കേഷൻ പോളിസിയുടെ NEP ന്യൂ എഡ്യൂക്കേഷൻ പോളിസി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ എസ്പെഷ്യലി തമിഴ്നാട്ടിൽ വലിയ വിമർശനം നേരിട്ട ഒരു സംഭവമാണ് NEP ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. കാര്യം പ്രത്യേകിച്ച് അവിടെ 3 ലാംഗ്വേജ് ഫോമിലേക്ക് വന്നല്ലോ. 3 ലാംഗ്വേജ് ഫോമിൽ വരുന്ന NEP-ലാണ്. അപ്പൊ തമിഴ്നാട്ടിൽ ഇത്രയും കാലം 2 ലാംഗ്വേജസേ പഠിപ്പിക്കുള്ളൂ, ഹിന്ദി പഠിപ്പിക്കൂല, തമിഴും ഇംഗ്ലീഷും മാത്രം. അപ്പൊ ഈ 3 ലാംഗ്വേജ് ഫോമിൽ വരുമ്പോൾ അവിടെ ഒരു മൂന്നാമതൊരു ലാംഗ്വേജ് പഠിപ്പിച്ചേ പറ്റുള്ളൂ, ഹിന്ദി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലാംഗ്വേജ്. അതിന്റെ പേരിലാണ് NEP-യുടെ പേരിൽ ഭയങ്കര വിവാദം തമിഴ്നാട്ടിലുണ്ടായത്. പക്ഷെ സ്റ്റിൽ അതുകൊണ്ട് NEP ഒരു വില്ലനായിട്ടാണ് ദിസ് പാർട്ട് ഓഫ് ഇന്ത്യ കൺസിഡർ ചെയ്യുന്നത്, അതായത് സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ. പക്ഷെ NEP വളരെ നല്ല കാര്യമാണെന്നാണ് ഇദ്ദേഹം സാധാരണ മോദിയെയും BJP ഒക്കെ വളരെ ക്രിട്ടിസൈസ് ചെയ്തിരുന്ന ആളാണ് ബദ്രി നാരായണൻ. നിങ്ങൾ പ്രീവിയസ് ആർട്ടിക്കിൾസ് ഒക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷെ ഇതിൽ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് എഴുതിയിരിക്കുന്നത് NEP കൊണ്ടുണ്ടായ ഗുണങ്ങൾ. NEP മൂലം 4 ഇയർ ഡിഗ്രി വരുന്നുണ്ട്. 4 ഇയർ ഡിഗ്രി ഇപ്പൊ പല കോളേജുകളിലും പല യൂണിവേഴ്സിറ്റികളിലൊക്കെ നടപ്പാക്കി. അതുപോലെ മൾട്ടി ഡിസിപ്ലിനിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഒരു ഡിഗ്രി ആ ഒരു പീരീഡ് കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ നമ്മൾ മൾട്ടി ഡിസിപ്ലിൻ അതിൽ സ്പെഷ്യലൈസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇന്നവേഷൻ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ കോളേജ് ലെവലിൽ നിന്നും സ്കൂൾ ലെവലിൽ നിന്നും തന്നെ ഇന്നവേഷൻ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക്, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്, അത് ഇന്നത്തെ ഹിന്ദുവിലുണ്ട് ഈ ആർട്ടിക്കിളിൽ. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 80ഓളം ആയിരുന്നു, അതിപ്പോ 39 ആയിട്ട് കുറഞ്ഞു. ഇത് നല്ലൊരു റാങ്കാണ് ഈ 39 എന്ന് പറഞ്ഞാൽ. അതിനിയും ഇമ്പ്രൂവ് ആവും. അത് ഈ പറഞ്ഞ NEP-യുടെ ഒരു കോൺട്രിബ്യൂഷനും കൂടെ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഈ ഇൻഡസ്ട്രീസും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഭയങ്കരമായിട്ട് NEP പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രീസും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആയിട്ട്. അപ്പൊ ഇൻഡസ്ട്രീസും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആയിട്ട് പാർട്ട്ണർഷിപ്പ് പിന്നീട് പ്രൊമോട്ട് ചെയ്യുന്ന ഗുണം എന്താണ്? സ്വാഭാവികമായിട്ടും ഈ എംപ്ലോയബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടും. മുമ്പ് ഒരു വലിയ പരാതിയാണ്, ഇന്ത്യയിൽ നല്ല രീതിയിൽ പഠിച്ചിറങ്ങുന്ന പിള്ളേരുണ്ടെങ്കിലും പലപ്പോഴും അവർ എംപ്ലോയബിൾ ആയിരിക്കത്തില്ല. പിന്നെ അവർക്ക് വീണ്ടും ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ കൊടുത്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്താലേ അവർ എംപ്ലോയബിൾ ആവുള്ളൂ. പക്ഷേ ഇപ്പോൾ എംപ്ലോയബിലിറ്റി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്, സ്കിൽ ട്രെയിനിങ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. സ്കിൽഫുൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഈ പറഞ്ഞ കോഴ്സസ് പഠിച്ചിറങ്ങുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് ഇതുപോലെ പുള്ളി ചില നമ്മളുടെ ഗവൺമെന്റിന്റെ ഈ റിസർച്ച് റിലേറ്റഡ് ഔട്ട്കംസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഗവൺമെന്റ് പോളിസീസിനെ കുറിച്ച് പറഞ്ഞുണ്ട്. ANRF ആക്ട് 2023 എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞുണ്ട്. അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ 2023 ആക്ട്, ഇത് NEP-യുടെ അണ്ടറിൽ വരുന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻസ് ഇനിഷ്യേറ്റീവ് എന്നൊരു സംഭവത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ AICTയുടെ ഇനിഷ്യേറ്റീവ് ആണ് ഈ ഐഡിയ എന്ന് പറഞ്ഞത്. ഐഡിയ എന്ന് പറഞ്ഞാൽ ഐഡിയ ഡെവലപ്മെന്റ് എവല്യൂഷൻ ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സംഗതി. അതുപോലെ സ്പാർക്ക് എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് പറഞ്ഞത്. സ്പാർക്ക് സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ. ഇത് സ്പാർക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ ഫോറിൻ യൂണിവേഴ്സിറ്റീസും ഫോറിൻ അക്കാഡമിക്സും ആയിട്ടൊക്കെയുള്ള പിന്നെ കൊളാബറേഷൻ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസിൽ ഇംപ്രൂവ് ചെയ്യാനൊക്കെയാണ്. അതുവഴി ഒരുപാട് ഇന്നോവേഷൻസ് കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നമ്മളുടെ പേറ്റൻസ്, നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ഫയൽ ചെയ്യപ്പെടുന്ന പേറ്റൻസ് വെറും 7400 ഉള്ളായിരുന്നു 2020 കാലഘട്ടത്തിൽ. ഇത് വന്നതിന് ശേഷം 2022-2023 ആയപ്പോൾ തന്നെ അത് 19,155 കൂടി എന്ന് പറയുന്നുണ്ട്. ഇതിലെല്ലാത്തിലും വലുതായിട്ട് നമ്മളുടെ യൂണിവേഴ്സിറ്റീസിന്റെ ഗ്ലോബൽ റാങ്കിങ്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗ്ലോബൽ റാങ്കിങ് ആണ് QS റാങ്കിങ്. ഈ QS 500 ലിസ്റ്റിംഗില് 11 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച 500 യൂണിവേഴ്സിറ്റീസിന്റെ കൂട്ടത്തിൽ, അതാണ് QS 500. അതില് 11 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഉണ്ടെന്ന് മാത്രമല്ല, മുമ്പ് ഇത് വളരെ മോശമായിരുന്നു ഇന്ത്യയുടെ റാങ്കിങ്, ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിന്റെ ഗ്ലോബൽ റാങ്കിങ്. അതുപോലെ QS ഏഷ്യ റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ റെപ്രസെന്റേഷൻ ഇന്ത്യ എന്നാണ്. ഇപ്പൊ മുമ്പ് അത് ചൈന എന്തായിരുന്നു. അപ്പൊ QS ഏഷ്യ റാങ്കിങ്ങിൽ, ഏഷ്യയുടെ മാത്രം QS റാങ്കിങ്ങിൽ യൂണിവേഴ്സിറ്റീസ് ഏറ്റവും കൂടുതൽ ഇന്ത്യ എന്നാണ്. അപ്പൊ അങ്ങനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ തന്നെ ഒരു റെക്കോർഡ് അവർ ഗ്ലോബൽ റാങ്കിങ്ങിലൊക്കെ അവർ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവര് ഏഷ്യൻ റാങ്കിങ് എടുത്താലും ഗ്ലോബൽ റാങ്കിങ് എടുത്താലും എല്ലാം. അപ്പൊ ഇതെല്ലാം നമ്മളുടെ
പിന്നീട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റങ്ങളാണ്. ഇതെന്തായാലും അത് തന്നെയാണ് കാര്യം. ഈ QS ഏഷ്യ റാങ്കിങ്ങും QS വേൾഡ് റാങ്കിങ്ങിലൊക്കെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി റാങ്കിങ് കൂടുന്നത് കാര്യം 2020 വരെ അതല്ലായിരുന്നു സിറ്റുവേഷൻ. 2020 ശേഷം ആണ് ഈ സിറ്റുവേഷൻ ഇംപ്രൂവ് ആവുന്നത്. അപ്പോൾ അതിനുള്ള കാരണങ്ങളാണ് ഈ മെയിൻലി പേറ്റന്റ് ഫയലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലും റിസർച്ച് കൊളാബറേഷനിലും ഒക്കെ യൂണിവേഴ്സിറ്റീസ് ഭയങ്കര ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കി. അത് NEPയുടെ പോളിസിയുടെ ഭാഗമാണ് അതെല്ലാം. അതുകൊണ്ട് ഇവരെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വന്നു. അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഗ്ലോബലി കോമ്പറ്റേറ്റീവ് ആവുന്നത്. അപ്പോഴാണ് ഈ QS റാങ്കിങ്ങിലൊക്കെ നമ്മൾ ഇംപ്രൂവ്മെന്റ് വരുന്നത്. അതെല്ലാം എൻ്റെ അത് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ എംപ്ലോയബിലിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഈ എംപ്ലോയബിലിറ്റി കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാരുടെ ജോബ് കിട്ടുന്നവരുടെ എണ്ണം കൂടും. അപ്പൊ അത് തൊഴിലില്ലായ്മ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് എമംഗ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ പറയുന്നുണ്ട്. പഴയ അൺഎംപ്ലോയ്മെന്റ് എമംഗ് എഡ്യൂക്കേറ്റഡ് യൂത്തും ഇപ്പോഴത്തെ അൺഎംപ്ലോയ്മെന്റ് എമംഗ് എഡ്യൂക്കേറ്റഡ് യൂത്തും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുടെ കമ്പാരിസൺ ഒക്കെയാണ്. അപ്പൊ നല്ലൊരു ആർട്ടിക്കിളെ വായിച്ചു പോകും. ഇനി ഞാൻ അതിന്റെ താഴെയുള്ള ഇന്ത്യസ് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് നീഡ് ഷേക്കപ്പ് എന്നുള്ള ആർട്ടിക്കിൾ ഞാൻ പ്രോപ്പറായിട്ട് വായിച്ചില്ല. ഞാൻ അതിന്റെ അടുത്ത ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്. എക്സാമിനിങ് ദ RBI's റെമിറ്റൻസ് സർവേ എന്നുള്ള ആർട്ടിക്കിൾ. അത് ഈ ഇടയ്ക്ക് വന്നൊരു കറണ്ട് ന്യൂസ് പേപ്പറിൽ വന്നൊരു വലിയ ന്യൂസിനെ കുറിച്ചാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ അതിൽ പറയാൻ എന്താണെന്ന് നമുക്ക് നോക്കാം. റെമിറ്റൻസ് എന്താണ്? വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് ആൾക്കാർ അയക്കുന്ന പണം. നമ്മളെ ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ നമ്മളെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. നമ്മളെ ഇന്ത്യക്കാർ അവര് ജോലി ചെയ്തിട്ട് ഇങ്ങോട്ട് അയക്കുന്ന പണമാണ് റെമിറ്റൻസ്. ലോകത്ത് ഏറ്റവും കൂടുതൽ റെമിറ്റൻസസ് അക്സെപ്റ്റ് ചെയ്യുന്ന രാജ്യം ഇന്ന് ഇന്ത്യയാണ്. ആ റെമിറ്റൻസസ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് FDIയേക്കാളും കൂടുതലാണ് ഇന്ത്യയിലേക്ക് ഇപ്പൊ വരുന്ന റെമിറ്റൻസ് എന്ന് പറയുന്നത്. ഏതാണ്ട് $118 ബില്യൺ ആണ് ഇന്ത്യയിലേക്ക് കഴിഞ്ഞ വർഷം വന്ന റെമിറ്റൻസ്. അതേസമയത്ത് ഇന്ത്യയിലേക്ക് വന്ന ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഏതാണ്ട് 100 ബില്യണിൽ താഴെയാണ്. അപ്പൊ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെക്കാളും കൂടുതൽ പിന്നീട് കമ്പനീസ് ഇന്ത്യയിൽ വന്ന് ഫോറിൻ കമ്പനീസ് ഇന്ത്യയിൽ നടന്ന ഇൻവെസ്റ്റ്മെന്റിനാണല്ലോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. അതിനേക്കാളും കൂടുതലാണ് ആൾക്കാർ ഇങ്ങോട്ടേക്ക് അയക്കുന്ന പണം ഇന്ത്യക്കാർ. അപ്പൊ ഇന്ത്യക്ക് പല രീതിയിൽ അത് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ ഗുണങ്ങളും അതിന്റെ ഗുണങ്ങളേ ഉള്ളൂ, ഒരിക്കലും അതിന് ദോഷമില്ല. അപ്പൊ ഇതില് ഒരു വലിയൊരു സംഭവം നടന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാല്, മുമ്പ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ പണം വന്നുകൊണ്ടിരുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അത് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് വരെ, ഒരു 5-6 വർഷം മുമ്പ് വരെ അങ്ങനെയായിരുന്നു. അതായത് UAE നിന്നും സൗദി അറേബ്യ ഒക്കെ ഉൾപ്പെടുന്ന GCC കൺട്രീസ് ആയിരുന്നു, ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ കൺട്രീസിൽ നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അത് മാറി. US നിന്ന് മാത്രമാണ് 27.7% ഇന്ത്യയിലേക്ക് വരുന്ന റെമിറ്റൻസിന്റെ 27.7% US നിന്നാണ്. പിന്നെ US, UK, കാനഡ, ഓസ്ട്രേലിയ, സിംഗപ്പൂർ ഇവരെല്ലാം കൂടി ചേർന്നാണ് 51% കൂടുതൽ റെമിറ്റൻസ് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ നല്ലതാണത്. US, UK, കാനഡ, ഓസ്ട്രേലിയ, സിംഗപ്പൂരും ഒക്കെയാണ് ഇന്ന് ഇന്ത്യയുടെ റെമിറ്റൻസിന്റെ 50% കൂടുതൽ സെൻഡ് ചെയ്യുന്നത്. US മാത്രം 27%. പക്ഷെ മുമ്പ് അത് ഗൾഫായിരുന്നു. ഇപ്പൊ ഗൾഫിന്റെ ശതമാനം 37.9% കുറഞ്ഞു. ഇതിൽ നല്ലൊരു ഗുണമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഗൾഫിൽ പോകുന്ന ആൾക്കാർ കൂടുതലും അൺസ്കിൽഡ് ലേബേഴ്സും സെമി സ്കിൽഡ് ലേബേഴ്സും ഒക്കെ ആയിട്ടുള്ള ലേബർ സെൻട്രിക് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോഴും മെജോറിറ്റിയും. അല്ലേ? നമുക്ക് തന്നെ അറിയാവുന്നല്ലേ, ഇവിടുത്തെ സാധാരണക്കാരനാണ് അവിടെ പോയി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അവരാണ് ഇങ്ങോട്ട് പൈസ അയക്കുന്നത്. പക്ഷേ ഈ US-ലും UK-ലും കാനഡയിലും പിന്നീട് ഓസ്ട്രേലിയയിലും ഒക്കെ അങ്ങനെ അല്ല. അവിടെ നമ്മള് കുറച്ചുകൂടെ വൈറ്റ് കോളർ ജോബാണ് നമ്മൾ ആൾക്കാർ അവിടെ പോയി പഠിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ ഹയർ എഡ്യൂക്കേഷൻ അക്വയർ ചെയ്തിട്ടൊക്കെ അവിടെ പോയി ജോലി കിട്ടുകയോ ഒക്കെ ചെയ്യുന്നത് വൈറ്റ് കോളർ ജോബ്. അപ്പൊ നമ്മളുടെ ജോബിന്റെ ഒരു പ്രൊഫൈൽ മാറുന്നുണ്ട്. അപ്പൊ വിദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് പണം അയക്കുമ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളും US-ഉം സിംഗപ്പൂരും ഒക്കെ അതിൽ മേജർ ഷെയർ ആകുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്ന ആ പ്രൊഫൈലിംഗ് നമുക്ക് വ്യത്യാസം മനസ്സിലാവില്ല. മുമ്പ് ഗൾഫിൽ നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഗൾഫിൽ നിന്ന് നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർ, വലിയ എഡ്യൂക്കേറ്റഡ് എന്നുള്ള ആൾക്കാർ അവിടെ പോയി ജോലി കണ്ടെത്തി അവിടെ നിന്ന് ഒരു ലേബർ ജോബോ ഒക്കെ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കൂടുതലും പണം അയച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മറ്റ് ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ലേബർ സെൻട്രിക് ജോബ് അല്ല. അവിടെ കുറച്ചുകൂടെ ഹയർ എൻഡിൽ നിൽക്കുന്ന ജോബുകൾ ചെയ്തിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് പൈസ അയക്കുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, പക്ഷെ ഇതിൽ വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പണം അയക്കുന്ന മെജോറിറ്റി ആൾക്കാർ ഒന്നുകിൽ മഹാരാഷ്ട്രക്കാരോ അല്ലെങ്കിൽ കേരളക്കാരോ അല്ലെങ്കിൽ തമിഴ്നാടുകാരോ ആണ്. 50% പൈസ ഈ അയക്കുന്ന ഈ 3 സ്റ്റേറ്റുകാരും കൂടെയാണ്, മഹാരാഷ്ട്ര, കേരള, തമിഴ്നാട്. പിന്നെ തെലുങ്കാനയും ആന്ധ്രയൊക്കെ ഉണ്ട്. അതേ സമയത്ത് ബീഹാറുകാർക്കും ഉത്തർപ്രദേശുകാർക്കൊക്കെ അതിന്റെ ഷെയർ വെറും 10% താഴെയാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മളെ ഇവിടുത്തെ പിന്നീട് നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ പിള്ളേർക്ക്, ഈ പറഞ്ഞ സ്റ്റേറ്റുകളിലെ പിള്ളേരെ കിട്ടുന്നു, നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നു, നല്ല എക്സ്പോഷർ കിട്ടുന്നു. അതുകൊണ്ട് അവർക്ക് ആ രാജ്യങ്ങളുടെ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ അവിടെ പോയി
ഇതിന്റെ ഗുണം എടുക്കാനും പറ്റുന്നു. പക്ഷേ ഈ പിന്നോക്ക സംസ്ഥാനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുന്നില്ല. അപ്പൊ സർക്കാരിന്റെ ഒരുപാട് സ്കിൽ ട്രെയിനിങ് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. ആ ഇനിഷ്യേറ്റീവ്സ് കൂടുതൽ പോപ്പുലറൈസ് ഈ സ്റ്റേറ്റുകൾ ചെയ്തില്ലെങ്കിൽ ഇതിന്റെ ഗുണം ഈ പറഞ്ഞ പിന്നോക്ക സംസ്ഥാനങ്ങൾക്ക് കിട്ടാതായി പോകും. പിന്നെ ഈ പണം അയക്കുന്നതിന്റെ മോഡിനെ കുറിച്ചൊക്കെ, പണം മുമ്പ് പലപ്പോഴും ട്രഡീഷണൽ രീതിയിൽ അയച്ചുകൊണ്ടത്. പക്ഷെ ഇന്ന് സൗദിയിൽ നിന്നും UAE നിന്നും പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ പൈസ അയക്കുന്ന ഡിജിറ്റൽ മോഡിലാണ്. അത് വലിയൊരു മാറ്റമാണ്. ആ ഡിജിറ്റൽ മോഡിൽ പൈസ അയക്കുന്നത് കൊണ്ട് ഗ്ലോബൽ ആവറേജിനേക്കാളും കുറച്ച് ചെലവേ ആവുന്നോളൂ ഇങ്ങോട്ട് അയക്കാൻ പൈസ. അങ്ങനെ കുറെ ഗുണങ്ങൾ സംഭവിക്കുന്നത്. അതൊക്കെയാണ് ഇതിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ആർട്ടിക്കിളാണ്, വായിച്ചു നോക്കിയത്. ഈ ഇടയ്ക്ക് ഹിന്ദുവിൽ വന്നൊരു ന്യൂസിനെ ബേസ് ചെയ്തുള്ള ഒരു അനാലിസിസ് ആണ്. ഇനി അടുത്ത പേജിൽ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് എന്താണ് അതിലെ ആർട്ടിക്കിൾസ് ഒക്കെ ഞാൻ പറഞ്ഞേക്കാം. അതായത് നമ്മളെ ഇന്ത്യയുടെ ലോക്സഭയെ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇന്ത്യയുടെ ലോക്സഭയെ നിയന്ത്രിക്കുന്നവരാണ് സ്പീക്കർ. പക്ഷെ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഡെപ്യൂട്ടി സ്പീക്കറും വേണമെന്ന് പറയുന്നുണ്ട്. ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞേക്കുന്നത് ആർട്ടിക്കിൾ 93 അപ്പൊ ഡെപ്യൂട്ടി സ്പീക്കറിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്താണ്? ആർട്ടിക്കിൾ 93. അപ്പൊ ആർട്ടിക്കിൾ 93 ഡെപ്യൂട്ടി സ്പീക്കറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്പീക്കർ ഇലക്ഷൻ കഴിഞ്ഞ ആസ് സൂൺ ആസ് പോസിബിൾ ഡെപ്യൂട്ടി സ്പീക്കറിനെയും എലക്ട് ചെയ്യണം. പക്ഷെ മോദി ഗവൺമെന്റ് കഴിഞ്ഞ 6 വർഷമായിട്ട് ഡെപ്യൂട്ടി സ്പീക്കറിനെ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ആർട്ടിക്കിൾ 94ന്റെ അകത്ത് Article 94 reinforces the continuity of the Deputy Speaker's office until resignation, removal or disqualification. Article 93 ഡെപ്യൂട്ടി സ്പീക്കറിനെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 94 ഈ പറഞ്ഞ ഡെപ്യൂട്ടി സ്പീക്കർ ആ ഒരു ലോക്സഭയുടെ ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ രണ്ട് ആർട്ടിക്കിൾ 93, 94 കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ. അപ്പൊ അത് ഡെപ്യൂട്ടി സ്പീക്കർ ആക്ച്വലി എസെൻഷ്യലി വേണ്ട ഒരു സംഭവമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഇനി വേറൊരു ആർട്ടിക്കിൾ കൂടെ ഇവിടെ പറയുന്നുണ്ട്. According to Article 180 of the Constitution, the Deputy Speaker has the power to conduct the duties of the Speaker when his chair is vacant. അപ്പൊ ആർട്ടിക്കിൾ 180 പഠിച്ചു വെച്ചേക്കണം. ആർട്ടിക്കിൾ 180 പ്രകാരം സ്പീക്കർ ഇല്ലാത്ത സമയത്ത് ഡെപ്യൂട്ടി സ്പീക്കറാണ് സഭയെ നിയന്ത്രിക്കേണ്ടത്, ലോക്സഭയെ നിയന്ത്രിക്കേണ്ടത്. അപ്പൊ ഈ 3 ആർട്ടിക്കിൾസ് അതിൽ പറഞ്ഞു. ആർട്ടിക്കിൾ 93 പറയുന്നു ലോക്സഭയ്ക്ക് ഒരു ഡെപ്യൂട്ടി സ്പീക്കർ വേണം, പുള്ളിയെ ആസ് സൂൺ ആസ് പോസിബിൾ ഇലക്ട് ചെയ്യണം. ഒരു ടൈം ലൈൻ പറയുന്നില്ല, അത് ഉപയോഗിച്ചാണ് ആസ് സൂൺ ആസ് പോസിബിൾ എന്നേ പറയുന്നുള്ളൂ. അത് ഉപയോഗിച്ചാണ് മോദി ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യാതിരിക്കുന്നത്. ആർട്ടിക്കിൾ 94 ആ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കണ്ടിന്യൂറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 180 പറഞ്ഞ സ്പീക്കർ ഇല്ലാത്ത സമയത്ത് ഡെപ്യൂട്ടി സ്പീക്കർ ഈ ലോക്സഭയെ നിയന്ത്രിക്കണമെന്നാണ്. പക്ഷേ ഈ പറഞ്ഞ 3 കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾസും വയലേറ്റ് ചെയ്തുകൊണ്ട് മോദി ഗവൺമെന്റ് ഇന്ന് വരെയും ഡെപ്യൂട്ടി സ്പീക്കറിനെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. അതിന്റെ കാരണമായിട്ട് പറയപ്പെടുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ആസ് പെർ ദ ട്രഡീഷൻ, there is no written rules like that, but as per the tradition always the deputy speaker post will go to the main opposition party or any of the opposition parties, not to ruling parties. റൂളിംഗ് പാർട്ടിക്ക് ആണെങ്കിൽ അത് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഓപ്പോസിഷൻ പാർട്ടി കൊടുക്കണം നിയമമൊന്നുമില്ല, അതൊരു ട്രഡീഷനാണ്. അപ്പൊ ഒപ്പോസിഷൻ ഇത് കൊടുക്കാൻ മോദിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഡെപ്യൂട്ടി സ്പീക്കർ അപ്പോയിന്റ് ചെയ്യാത്തതെന്നാണ് ഇതിന്റെ ഈ ഒരു വിമർശനം എന്ന് ഞാൻ പറയുന്നില്ല, ഇതിലെ ഈ ആർട്ടിക്കിൾ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് വായിച്ചോ, കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി മറ്റ് പേജുകളിലേക്ക് പോകുമ്പോ മാധബിപുരി ബുച്ച്, ഇവരെ പേര് ഇനി പഠിക്കേണ്ട. മാധബിപുരി ബുച്ച് വാസ് ദ പ്രീവിയസ് ചീഫ് ഓഫ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്ററായ സെബിയുടെ പഴയ ചീഫാണ്. ഇവർക്കെതിരെ ഹിൻഡൻബർഗ് കുറച്ച് അലിഗേഷൻസ് കൊണ്ടുവന്നിരുന്നു. അതിനെ കുറിച്ച് അന്വേഷിച്ച് ഇപ്പൊ അവരെ കുറ്റവിമുക്തയാക്കിയാണ് ഇന്ത്യയുടെ ലോക്പാൽ. ലോക്പാൽ എന്ന് പറഞ്ഞാൽ ആന്റി കറപ്ഷൻ ബോഡിയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ആന്റി കറപ്ഷൻ ബോഡിയാണ് ലോക്പാൽ. ഈ ലോക്പാൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആള് തന്നെ ഉണ്ട് ഒരാള്. ലോക്പാൽ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്പാൽ ആരെന്ന് അറിഞ്ഞിരിക്കുക, AM ഖാൻവിൽക്കർ. ഇതൊരു വലിയ പൊസിഷനാണ്, എക്സാമിനൊക്കെ ചോദിക്കാം. ഹു ഇസ് ദ ലോക്പാൽ ഓഫ് ഇന്ത്യ? AM ഖാൻവിൽക്കർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ലോക്പാൽ സമിതി മാധബിപുരി ബുച്ചിന് ക്ലീൻ ചിറ്റ് കൊടുത്തേക്കാണ്. ഇനി സെബിയുടെ ചീഫ്, ഇവർ പഴയ ചീഫായിരുന്നു പറഞ്ഞു. സെബിയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്ററായ സെബിയുടെ ഇപ്പോഴത്തെ ചീഫ് തുഹിൻ കാന്ത പാണ്ഡെയാണ്. തുഹിൻ കാന്ത പാണ്ഡെ. പിന്നെ ക്യാബിനറ്റ് അപ്രൂവ്സ് ഹൈക്ക് ഇൻ MSP ഫോർ ഖാരിഫ് ക്രോപ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഖാരിഫ്. Now the Kharif season is going on. Kharif means there are 2 main agricultural seasons in India. One is Kharif season and the another one is Rabi season. The main agricultural crop in the Kharif season is paddy. Paddy means നെല്ല്. അതിതാണ് അരി ഉണ്ടാക്കുന്നത്. അപ്പൊ ആ സമയത്ത് റാബി സീസണിലാണെന്നുണ്ടെങ്കിൽ, റാബി സീസണാണ് വീറ്റ് മെയിൻ ആയിട്ട്.
ഈ ഖാരിഫ് സീസണിൽ റാബി സീസണിൽ ഗവൺമെന്റ് MSP ഡിക്ലെയർ ചെയ്യും. MSP മീൻസ് മിനിമം സപ്പോർട്ട് പ്രൈസ്, താങ്ങുവില. ഈ ഇതിലെ മെയിൻ അഗ്രികൾച്ചർ ക്രോപ്സിന് താങ്ങുവില പ്രഖ്യാപിക്കും. അത് പ്രഖ്യാപിക്കുന്നത് ക്വിന്റലിന് ഇത്ര രൂപ എന്നാണ്. അതായത് 100 കിലോയ്ക്ക് ഇത്ര രൂപ. ക്വിന്റൽ എന്ന് പറഞ്ഞാൽ 100 kg. അത് പ്രഖ്യാപിക്കുന്ന CCE ആണ്. CCE മീൻസ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. CCA ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. ചെയർമാൻ പ്രൈം മിനിസ്റ്റർ. അപ്പൊ CCAയുടെ ചെയർമാൻ ആണ് പ്രൈം മിനിസ്റ്റർ. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. അപ്പൊ അവിടെ അത് മാത്രമേ അവിടെ പറയാനുള്ളൂ. നമുക്ക് അവിടെ വേറൊരു കാര്യം പറയാനുള്ളൂ. ഇനി അതിന്റെ അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത പേജിൽ പോകുമ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞാണ് US എംബസി കോൺസുലേറ്റ്സ് പോസ്റ്റ് ന്യൂ സ്റ്റുഡന്റ് വിസ അപ്പോയിന്റ്മെന്റ്സ്. വിസ പുതുതായിട്ട് പിള്ളേരെ കൊടുക്കുന്നില്ല ഇപ്പം അമേരിക്ക, സ്റ്റുഡന്റ് വിസ. അതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. പിന്നെ ബംഗ്ലാദേശ് ഇല്ലീഗലി ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരേക്ക് തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ്, അതിന്റെ ന്യൂസുകളുണ്ട്. ഇതൊക്കെ പൊളിറ്റിക്സ് ആണ്, അതൊന്നും വേണ്ട. SC കൊളീജിയം, ഞാൻ ഇന്നലെയും പറഞ്ഞാണ് കൊളീജിയം എന്താണെന്ന്. സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള 5 ജഡ്ജസ് ഇൻക്ലൂഡിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ദേ ആർ സെലക്ടിംഗ് ദ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ദ ജഡ്ജസ് ഓഫ് വേരിയസ് ഹൈ കോർട്ട്സ്, ആൻഡ് ഓൾസോ ദേ ആർ ഓവർസീയിങ് ദ ട്രാൻസ്ഫർ ഓഫ് ജഡ്ജസ് ഓഫ് വേരിയസ് ഹൈ കോർട്ട്സ്. അതാണ് കൊളീജിയം എന്ന് പറയുന്നത്. അപ്പോ അത്രയും. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. അപ്പൊ കോവിഡിന്റെ സ്പ്രെഡിനെ കുറിച്ചുള്ള ന്യൂസ് ഇവിടെ ഉണ്ട്. അത് അത്ര അലാമിംഗ് ഒന്നും അല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. COVID-19. പിന്നെ അമിത് ഷാ ജമ്മു ആൻഡ് കാശ്മീർ വിസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. അമിത് ഷാ ഇസ് ദ ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഹീസ് ഓൾസോ ദ മിനിസ്റ്റർ ഫോർ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന്റെ മിനിസ്റ്ററും അമിത് ഷാ ആണ്. പിന്നെ ഇൻഅഡിക്വേറ്റ് ഡയഗ്നോസ്റ്റിക് സർവീസസ് സ്റ്റിൽ എ ക്രിട്ടിക്കൽ ഗ്യാപ്പ് ഇൻ ക്യാൻസർ കെയർ ഇൻ ഇന്ത്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ഉള്ള 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. US-നും ചൈനയ്ക്ക് ശേഷം ക്യാൻസർ പേഷ്യൻസ് ഏറ്റവും കൂടുതലുള്ള ചൈനയിലാണ്, 2ാമത് US-ലാണ്, 3ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. അപ്പൊ ഇപ്പോഴും ഇന്ത്യയില് ക്യാൻസർ, സ്ത്രീകളിലെ കൂടുതൽ ക്യാൻസർ കണ്ടുപിടിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ ആണ്, അത് കഴിഞ്ഞ സെർവിക്കൽ ക്യാൻസറുമാണ്. ഇന്ത്യൻ സ്ത്രീകളിലെ ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസറും അത് കഴിഞ്ഞ് സെർവിക്കൽ ക്യാൻസറും. പക്ഷേ അമേരിക്കയിലൊക്കെ ഇത് സ്റ്റേജ് 1 തന്നെ കണ്ടുപിടിക്കും. ഇന്ത്യ സ്റ്റേജ് 3 കണ്ടുപിടിക്കപ്പെടുന്നത്. അതിന്റെ മെയിൻ കാരണമായിട്ട് പറയപ്പെടുന്ന ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി ഇന്ത്യയിൽ കുറവാണെന്നാണ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട്. അതിന്റെ ഒരു സ്റ്റഡിയായി പറഞ്ഞേക്കുന്നത്. ഇനി അതിലടുത്ത പേജിൽ പോകുമ്പോൾ സെബി ബാൻ. സെബിയുടെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞോളൂ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ. ആ സെബി ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ പഴയ സിഇഒയൊക്കെ ഷെയർ മാർക്കറ്റിൽ നിന്ന് ബാൻ ചെയ്തു. അവിടെ കുറച്ച് കറപ്ഷൻസ് നടന്നു ഇൻഡസ്ഇൻഡ് ബാങ്കിൽ. ഇൻഡസ്ഇൻഡ് ബാങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പ്രൈവറ്റ് ബാങ്കാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. അവിടെ കുറച്ച് കറപ്ഷൻസ് നടന്നു. അതിൽ സിഇഒ ഒക്കെ പിന്നീട് ഇൻക്ലൂഡഡ് ആണെന്ന് അല്ലെങ്കിൽ ഇൻവോൾവ് ആണെന്ന് കണ്ടെത്തി സെബി. അങ്ങനെ സെബി അവരെ ബാൻ ചെയ്യാണ്. പഴയ സിഇഒ ആണ്, ഇപ്പോഴത്തെ സിഇഒ അല്ല. സെബി ഞാൻ പറഞ്ഞു സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ ആണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇൻക്രീസ്ഡ് ഔട്ട്വേർഡ് FDI ബൈ ഇന്ത്യൻ ഫേംസ് വാറന്റ്സ് അറ്റൻഷൻ ഫിനാൻസ് മിനിസ്ട്രി. അത് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. ഞാനത് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. അതൊന്നും എനിക്ക് കൂടുതൽ പറയുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയാണ് ഇൻഡിഗോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻ, ഏതാണ്ട് 50% കൂടുതൽ ഇന്ത്യക്കാർ യാത്ര ചെയ്ത് ഇൻഡിഗോയിലാണ്. ഇൻഡിഗോയുടെ പുതിയ ചെയർമാൻ വിക്രം സിംഗ് മേത്ത. ഇൻഡിഗോയുടെ പുതിയ ചെയർമാൻ വിക്രം സിംഗ് മേത്ത. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പായ ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ N. ചന്ദ്രശേഖരൻ. ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആരാണ്? N. ചന്ദ്രശേഖരൻ. പിന്നെ ഇന്റർനാഷണൽ പേജിൽ ഒന്നും പറയാനില്ല. എല്ലാ ദിവസത്തെയും പോലെ റഷ്യ യുക്രൈൻ വാറും ഗാസ ഇസ്രായേൽ വാറല്ല, ഹമാസ് ഇസ്രായേൽ വാറും ഒക്കെയാണ്. പിന്നെ അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ നമ്മളുടെ IPL തീരാറായി. IPL ഫൈനലി ആര് വിൻ ചെയ്ത് നമുക്ക് നോക്കാം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഫ്രഞ്ച് ഓപ്പൺ, അത് ഞാനിപ്പോ പറഞ്ഞാണ്. അതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിനടുത്ത പേജിൽ പോകുമ്പോ ഞാൻ ഇന്നലെ പറഞ്ഞു ഗുമി എന്ന് പറയുന്ന സൗത്ത് കൊറിയയിലെ സിറ്റിയിൽ ഗുമിയിലാണ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ത്യ 2 ഗോൾഡ് ഒക്കെ വിൻ ചെയ്തു. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എവിടെ നടക്കുന്നു? ഗുമി എവിടെയാണ്? സൗത്ത് കൊറിയയിൽ. പിന്നെ അർജുൻ എരിഗാസിയുടെയും ഗുഗേഷിന്റെയും പേരിവിടെയുണ്ട്. അർജുൻ
എരിഗൈസി എന്നാണ്. പുള്ളിയാണ് ഇന്ത്യയുടെ നമ്പർ 1 ചെസ് പ്ലെയർ. വേൾഡിൽ 4th റാങ്കിലാണ്, വേൾഡിൽ 4th ആണ്. ഗുഗേഷ് ഒക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഗുഗേഷിനെ ഇന്ന് അദ്ദേഹം തോപ്പിച്ചു. അർജുൻ എരിഗാസി, വിദിത് ഗുജറാത്തി, ആർ പ്രജ്ഞാനന്ദ, ഡി ഗുഗേഷ്, ഇവർ 4 പേരാണ് ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് ചെസ് പ്ലെയേഴ്സ്. ആനന്ദൊക്കെ ഇപ്പം ഏജ് കഴിഞ്ഞോണ്ട് ഞാൻ ആനന്ദം എന്ന് പറയുന്നില്ല. ഓക്കെ. പിന്നെ സാത്വിക് സായിരാജ്, ചിരാഗ് ഷെട്ടി, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡബിൾസ് ബാഡ്മിന്റൺ പെയർ ആണ് സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയും. സാത്വിക് സായിരാജ്, ചിരാഗ് ഷെട്ടി, ഡബിൾസ് ബാഡ്മിന്റൺ ഇന്ത്യയുടെ ഏറ്റവും വലിയ പെയർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. താങ്ക് യു.